വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൺ റിബ്സ് കൊണ്ട് ഒരു ചോപ്സ് ആണ്. അതെങ്ങനെ ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. ഒരു കുക്കർ ചൂടാൻ ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഏകദേശം 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഇത്രയും മതി. ഇത് ചൂടായിട്ടൊന്ന് വരണം. ചൂടായിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഗ്രാമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1 ടീസ്പൂണ് പെരുംജീരകം വറുത്ത് പൊടിച്ചതാണ്. പൊടിയില്ലെങ്കിൽ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താലും മതി. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് വലിയൊരു സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതാണെങ്കിൽ 2 എണ്ണം ചേർക്കണം. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ സവാള ഏകദേശം ഒന്ന് തളർന്ന് കിട്ടിയിട്ടുണ്ട്. അതിലോട്ട് ഞാനിപ്പോൾ 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഇളക്കിയിട്ട് അവിടെ മാറ്റി വെക്കുക. എന്നിട്ട് ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാനൊരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ല വെള്ളമൊന്നും കൂട്ടാതെ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം. എടുത്തിട്ട് വരാം. അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാം. ഏകദേശം സവാളയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. അതിലോട്ട് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. മട്ടന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുക്കണം. ഈ ഉപ്പെല്ലാത്ത ആയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് മട്ടൻ ഇട്ട് കൊടുക്കാം. മട്ടൻ്റെ റിബ്സാണിത്. നിങ്ങൾക്ക് മട്ടൻ വെച്ചും ചെയ്തെടുക്കാം. ഇത് ഞാൻ റിബ്സ് വെച്ച് ചെയ്യുന്നതേ ഉള്ളൂ. ഇത് ഡ്രൈ ആണ്, അതുകൊണ്ട് റിബ്സ് എടുത്തത്. ഞാൻ മട്ടൻ എടുക്കാത്തത് അത് ഗ്രേവി ഉണ്ടാവും. ഇതിൽ ഗ്രേവി ഞാൻ ചെയ്യുന്നില്ല, ഡ്രൈ ആയിട്ട് ചെയ്യുന്നതാണ്, റോസ്റ്റ് പോലെ. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് അടച്ച് വെക്കാം. വിസിലിടുന്നില്ല, അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. തുറന്ന് നോക്കാം. ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. സാധാരണ പച്ചവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നുള്ളത്, ചൂടുവെള്ളമൊന്നുമല്ല. ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കറിൻ്റെ മൂടിട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ബാക്കി മസാലയിൽ പിന്നെയാണ് ചേർക്കുന്നത്. ആദ്യം ഇതൊന്ന് വെന്ത് കിട്ടണം. ഒരു 3 വിസിൽ വരെ ഞാൻ ഇടുന്നുണ്ട്. നിങ്ങളുടെ കുക്കറിൻ്റെ മട്ടൻ്റെ വേവും, അതായത് കുക്കറിനനുസരിച്ച് നിങ്ങൾ ഇതിനെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. 3 വിസിലായിട്ടാണ് ഞാൻ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ എന്താ പറയുക, ഈ എല്ല് കാണുമ്പോൾ അറിയാം ഇതൊക്കെ ഇറച്ചിയൊക്കെ താഴെ പോയിട്ടുണ്ട്. അതിനർത്ഥം ഇത് വെന്തെന്നാണ്. ഇതിന് ഞാനിപ്പോൾ ഒരു പാനിലോട്ട് മാറ്റാണ്. കാരണം ഇത് ഞാൻ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിന് വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇത് തീ ഒന്ന് ഓണാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഇനി പൊടികളൊക്കെ ചേർക്കാം. നേരത്തെ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി കുറച്ച് പിന്നെ ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ 3 ടീസ്പൂണാണിത് മല്ലിപ്പൊടി, അതിട്ട് കൊടുക്കുക. ഇത്രയും മതി. മിക്സാക്കി കൊടുക്കണം ഈ പൊടി. അതിനുശേഷം കാശ്മീരി ചില്ലിയാണ്. ഇതിനത്ര എരിവില്ല. അതിന് 2 സ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്. ഒന്നും കൂടി മിക്സാക്കി എടുക്കണം. ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്, ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി ഉണ്ടല്ലോ, അത് ഒഴിച്ച് കൊടുക്കുക. ഈ സമയം തീ ഒന്ന് കുറച്ച് കൊടുക്കുക. ഈ സമയം ഉപ്പുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഇതിൽ ഉപ്പ് കുറച്ച് കുറവാണ്, ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടിട്ട് എല്ലായിടത്തും ആക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് തൈര് ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളങ്ങനെ പുളിയില്ലാത്ത തൈര് തന്നെ ചേർക്കണം, ഇല്ലെങ്കിൽ പുളി കൂടിപ്പോവും. ഒരു 3 സ്പൂൺ ചേർക്കുന്നുണ്ട്. ഒന്നും കൂടി മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ സെമി ഗ്രവിയാണ് ഉള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. ഇപ്പം ഞാനിതൊന്നും കൂടി കുറച്ച് വറ്റിച്ചെടുക്കുകയാണ്.
വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, കുറച്ച് ഗരം മസാല ഞാൻ ബാക്കി വെക്കുന്നുണ്ട് ഇതിന് മുകളിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ കോമ്പിനേഷൻ എന്താണ്? ചപ്പാത്തിയാണ്. നല്ല സോഫ്റ്റ് ചപ്പാത്തിൻ്റെ റെസിപ്പി അടുത്ത വീഡിയോയിൽ കാണാം. അത് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് വീഡിയോ ചപ്പാത്തിയുടേതാണ്. അങ്ങനെ നമ്മുടെ മട്ടൺ ചോപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ചൂടോടെ തന്നെ മറ്റൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്ത് കാണിക്കാം. ഞാൻ പാത്രത്തിലോട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. മട്ടൺ ചോപ്സ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, നല്ല സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.